PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ HSA സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് പറയാനും ഒരു ചെറിയ ടോപ്പിക് നമുക്ക് HSA സോഷ്യൽ സയൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടി പഠിക്കാം കേട്ടോ. അപ്പൊ HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഈ മാസം തന്നെ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾ ടൈം കളയാതെ പഠിച്ചു തുടങ്ങണമെന്ന്. ഇപ്പോഴും നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാം എന്ന് ഓർത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കുറെ പേരുണ്ടല്ലോ. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇതാ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ. നോട്ടിഫിക്കേഷൻ ഏപ്രിൽ 30 വരുന്നതായിരിക്കും. ഏപ്രിൽ 30 എന്ന് പറഞ്ഞാൽ എന്നാ, നാളെ കഴിഞ്ഞാണ് അല്ലെ. അതായത് ഈ ബുധനാഴ്ച HSA സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ PSC പ്രൊഫൈലിൽ വന്നിരിക്കും. HSA സോഷ്യൽ സയൻസ് മാത്രമല്ല, ഏപ്രിൽ 30 വരുന്ന 60 തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ പ്രൊഫൈലിലേക്ക് വരാനായിട്ട് PSC തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. മാർച്ച് 25 നടന്ന PSC യോഗത്തിൽ HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ PSC തീരുമാനിച്ചിരുന്നു. പ്രൊഫൈലിലേക്ക് വരുന്നത് ഏപ്രിൽ 30, അതായത് നാളെ കഴിഞ്ഞ് PSCയുടെ ഒഫീഷ്യൽ പ്രൊഫൈലിൽ നമ്മുടെ HSA സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഇത് ഉറപ്പാണ് കേട്ടോ. ഏപ്രിൽ 30 ഉറപ്പ് പറയുന്നു. ഏപ്രിൽ 30 പ്രൊഫൈലിൽ HSA സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഉണ്ടായിരിക്കും. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 4 ആയിരിക്കും കേട്ടോ. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 4 ആയിരിക്കും. ജൂൺ 4 വരെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻസ് ഒക്കെ തീർന്നല്ലോ. HSA സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ ഏപ്രിൽ 30 നാളെ കഴിഞ്ഞ് പ്രൊഫൈൽ ലഭ്യമായിരിക്കും. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4 കേട്ടോ. അപ്പൊ എല്ലാവരും ഇനി മടി പിടിച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ഷട്ട കുടഞ്ഞെണീക്കുക കേട്ടോ. നമ്മുടെ ഓരോ ടോപ്പിക്കും സിലബസിൽ ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് പഠിക്കാൻ നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുന്നു. അപ്പൊ ഇനി ഒട്ടും സമയം കളയാൻ നിങ്ങളുടെ മുമ്പിലില്ല. എങ്ങനെയാണ് പഠിക്കേണ്ടത്? നേരത്തെ മുതൽ ഞാൻ പറയാറുണ്ട്, ആദ്യം പഠിക്കേണ്ടത് സിലബസ് ആണ്. സിലബസ് മുഴുവൻ പഠിച്ച് ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് സിലബസ് മുഴുവൻ പഠിച്ച് കംപ്ലീറ്റ് ആക്കി തീർക്കുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കണം? സോഷ്യൽ സയൻസിന് തന്നെ കൊടുക്കണം. കാരണം 100 മാർക്കിന്റെ ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഏത് ഭാഗത്തുനിന്നാ? സോഷ്യൽ സയൻസിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഏതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം? സോഷ്യൽ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. സോഷ്യൽ സയൻസ് ആണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതായത് പാർട്ട് ബി ആണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമേ പാർട്ട് എയിലേക്ക് കടക്കാൻ പാടുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഭാഗം വേണം ആദ്യം പഠിക്കാനായിട്ട്. അതിന് വേണം ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും. പാർട്ട് ബി ആദ്യം പഠിക്കുക. പാർട്ട് എ ബി പഠിച്ചതിന് ശേഷം മാത്രം പാർട്ട് എയിലേക്ക് വരിക. ഏറ്റവും കൂടുതൽ ടൈം എടുത്തും എഫേർട്ട് എടുത്തും പഠിക്കേണ്ടത് പാർട്ട് ബി തന്നെയാണ്. നിങ്ങൾക്കറിയാം, സോഷ്യൽ സയൻസിന് വേറെ സബ്ജക്റ്റുകൾ ഒന്നും പഠിക്കാനില്ല. മാത്സ് പഠിക്കേണ്ട, മലയാളം പഠിക്കേണ്ട, ഇംഗ്ലീഷ് പഠിക്കേണ്ട. നമ്മുടെ സബ്ജക്റ്റ് അതാണ് നമ്മൾ പഠിക്കേണ്ടത്. വേറെയുള്ള സബ്ജക്റ്റുകളൊക്കെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഒന്നുമില്ല. നമ്മുടെ സബ്ജക്റ്റ് പഠിക്കുക. അത് പാർട്ട് ബി നന്നായി വ്യക്തമായി സിലബസ് അറിഞ്ഞു പഠിക്കുക. അതിനുശേഷം എന്തിലേക്ക് വരിക? പാർട്ട് എയിലേക്ക് വരിക. പാർട്ട് എയിൽ എന്തൊക്കെയുണ്ട്? റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ആണുള്ളത്. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് പെഡഗോഗി ഭാഗവും സൈക്കോളജി ഭാഗവുമാണ് പഠിക്കേണ്ടത്. അതിൽ പെഡഗോഗി ഭാഗവും സൈക്കോളജി ഭാഗവും പഠിച്ചതിന് ശേഷം റിനൈസൻസ് ആൻഡ് കറണ്ട് അഫേഴ്സ് പഠിക്കുക. ഇങ്ങനെയാണ് പഠിക്കേണ്ട ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് ബി ആദ്യം പഠിക്കുന്നു, പിന്നീട് പാർട്ട് എ ആദ്യം പഠിക്കുന്നു. ഇനി പിന്നെന്ത് പഠിക്കണം? SCERT പാഠപുസ്തകങ്ങളാണ് പഠിക്കേണ്ടത്. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിലെ മുഴുവൻ SCERT പാഠപുസ്തകങ്ങളും, സോഷ്യൽ സയൻസ് മാത്രം പഠിച്ചാൽ കേട്ടോ, സയൻസ് ഒന്നും പഠിക്കരുത്. സോഷ്യൽ സയൻസിന്റെ മുഴുവൻ പാഠപുസ്തകങ്ങളും പഠിക്കണം. ഇതിനകത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഴയ പാഠപുസ്തകങ്ങളും പഠിക്കണം, പുതിയ പാഠപുസ്തകങ്ങളും പഠിക്കണം. 5, 7, 9 പാഠപുസ്തകങ്ങൾ നിലവിൽ കഴിഞ്ഞ ജൂണിൽ, അതായത് 2024 ജൂണിൽ മാറിയിട്ടുണ്ട്. 5, 7, 9 ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ മാറിയ പാഠപുസ്തകങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന 5, 7, 9 ടെക്സ്റ്റ് ബുക്കും പഠിക്കണം. ഇനി ഈ ഒരു അധ്യയന വർഷത്തിൽ, അതായത് 2025 ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ 6, 8, 10 പാഠപുസ്തകങ്ങളും മാറുന്നതായിരിക്കും. പുതിയ പാഠപുസ്തകങ്ങളായിരിക്കും വരുന്നത്. അപ്പൊ പുതിയ വരാൻ പോകുന്ന പാഠപുസ്തകങ്ങളും പഠിക്കണം. ഇപ്പൊ നിലവിൽ പ്രസന്റ്ലി ഉള്ള 6, 8, 10 പാഠപുസ്തകങ്ങളും പഠിക്കണം. അങ്ങനെ 2 ടെക്സ്റ്റ് പഠിച്ചു തീർക്കാനുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാകുക. 2 ടെക്സ്റ്റ് പഠിച്ചു തീർക്കണം. പിന്നെ നമ്മൾ എന്ത് പഠിക്കണം? 2024 2023 സോഷ്യൽ സയൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് പഠിക്കും. നിങ്ങൾക്ക് അറിയാം, HSA സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്
വർഷങ്ങൾ കൂടുമ്പോൾ നടക്കുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ അധികം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും പഠിക്കാനായിട്ടില്ല. ഇത്ര വർഷം കൂടുമ്പോഴാണല്ലോ നടക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് പഠിക്കണം? 2023, 2024 സോഷ്യൽ സയൻസിന്റെ ഭാഗങ്ങൾ എല്ലാ PSC പരീക്ഷകളിലും ജനറൽ PSC പരീക്ഷകളിലും നടക്കുന്ന സോഷ്യൽ സയൻസിന്റെ എന്താണ് ഭാഗങ്ങൾ തെരഞ്ഞെടുത്ത് പഠിക്കണം. അതിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഇത് എങ്ങനെ പഠിക്കണം? ഒരു ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ വേണം ഇത് പഠിക്കാനായിട്ട്. ഏതൊക്കെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ആദ്യം പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു ടൈം ടേബിൾ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്നതായിരിക്കും. വിശദമായിട്ട് നിങ്ങൾക്ക് ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതുപോലെ ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്ത് പഠിക്കാം, ടൈം ടേബിൾ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാം, എങ്ങനെ ഒരു മോഡൽ പരീക്ഷ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് സിലബസ് അറിഞ്ഞു പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSI സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും. അപ്പോൾ HSI സോഷ്യൽ സയൻസിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരും HSI സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് HSI സോഷ്യൽ സയൻസിന്റെ ഒരു കുഞ്ഞു ടോപ്പിക് ഒന്ന് പഠിച്ചാലോ? ഇത് പഠിക്കാൻ നമ്മൾ എടുത്തേക്കുന്നത് നമുക്ക് ജഹാംഗീറിനെ കുറിച്ച് പഠിക്കാം. സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററി പോർഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ജഹാംഗീർ. അപ്പൊ ജഹാംഗീറിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം? അപ്പൊ ഇതിനു മുമ്പ് HSI സോഷ്യൽ സയൻസിന് വേണ്ടി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ അക്ബറിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു അല്ലെ? അപ്പൊ അക്ബറിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് ജഹാംഗീറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ജഹാംഗീറിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്ന് മുതൽ എന്ന് വരെയാ? 1605 മുതൽ 1627 വരെയാണ് ജഹാംഗീറിന്റെ ഒരു കാലഘട്ടം. അക്ബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ആര്? ജഹാംഗീർ. അപ്പൊ അക്ബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ആര്? ജഹാംഗീർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജഹാംഗീർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? വിശ്വവിജയ്. എന്താണ്? വിശ്വവിജയ് എന്നാണ് ജഹാംഗീർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ഈ ജഹാംഗീർ ജനിച്ചത് ഫത്തേപൂർ സിക്രിയിലാണ് കേട്ടോ. എവിടെയാണ്? ഫത്തേപൂർ സിക്രിയിലാണ് ജഹാംഗീർ ജനിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജഹാംഗീറിന്റെ ആദ്യകാല നാമം സലീം എന്നാണ്. എന്താണ്? ജഹാംഗീറിന്റെ ആദ്യകാല നാമം സലീം എന്നാണ്. പണ്ഡിതനായ മദ്യപാനി എന്നറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ. അപ്പൊ പണ്ഡിതനായിട്ടുള്ള മദ്യപാനി എന്തെന്ന് അദ്ദേഹം അറിയപ്പെടുന്നു? പണ്ഡിതനായിട്ടുള്ള മദ്യപാനി എന്നറിയപ്പെടുന്ന ഒരു മുഗൾ ഭരണാധികാരിയാണ് ആര്? ജഹാംഗീർ എന്ന് പറയുന്നത്. അതുപോലെ ചിത്രകാരനായിട്ടുള്ള ഒരു മുഗൾ ഭരണാധികാരി, ചിത്രം വരയ്ക്കുന്ന ഒരു മുഗൾ ഭരണാധികാരിയായിരുന്നു ആര്? നമ്മുടെ ജഹാംഗീർ. സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് വേണ്ടി ജഹാംഗീർ നടപ്പിലാക്കിയ സംവിധാനമാണ് നീതിച്ചങ്ങല. എന്താണ് നീതിച്ചങ്ങല? ആര് നടപ്പിലാക്കിയതാ? ജഹാംഗീർ നടപ്പിലാക്കിയത് അല്ലെ? സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ കണ്ട് അവരുടെ പരാതികളൊക്കെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് നീതിച്ചങ്ങല എന്ന് പറയുന്നെന്ന് ഓർക്കുക കേട്ടോ. കാശ്മീർ ഇല്ലാത്ത ഭാരതം കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ്. ഭാരതത്തിന് കാശ്മീർ ഇല്ലാത്തത് എങ്ങനെയാ? കണ്ണില്ലാത്ത ഒരു മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ജഹാംഗീർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ കാശ്മീർ ഇല്ലാത്ത ഭാരതം കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ഭരണാധികാരി ചോദിക്കുവാണെങ്കിൽ ആരാണ്? അത് നമ്മുടെ ജഹാംഗീർ ആണെന്ന് ഓർക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഫാക്ടറി ആരംഭിച്ച സ്ഥലം ഏതാ? അത് മസൂലി പട്ടണമാണ്. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകിയ ഭരണാധികാരി കൂടിയാണ് ജഹാംഗീർ. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ഫാക്ടറി പണിയാനായിട്ട് അനുമതി നൽകിയ ഭരണാധികാരി ആരാണ്? അത് ജഹാംഗീർ ആണ്. ജഹാംഗീറിനെ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ സഹായിച്ചിരുന്ന ഭാര്യയാണ് നൂർജഹാൻ. അപ്പോ നൂർജഹാൻ എന്ന് പറഞ്ഞ ആരാ? ജഹാംഗീറിന്റെ ഭാര്യയാണ്. ജഹാംഗീറിനെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അല്ലെ? നൂർജഹാൻ എന്ന വാക്കിന്റെ അർത്ഥം ലോകത്തിന്റെ വെളിച്ചം എന്താണ്? ലോകത്തിന്റെ വെളിച്ചം എന്നാണ് ജഹാംഗീർ എന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ തന്നെ അനാർക്കലിയുടെ സ്മരണയ്ക്കായി ജഹാംഗീർ സ്മാരകം നിർമ്മിച്ചത് എവിടെയാ? ലാഹോറിലാണ് കേട്ടോ. ഇന്ത്യയില് പുകയില കൃഷി ആരംഭിക്കുന്ന മുഗൾ ഭരണാധികാരിയും ജഹാംഗീർ ആണ്. ജഹാംഗീറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് രവി നദീതീരത്താണ്. ലാഹോറിലെ രവി നദീതീരത്താണ് ജഹാംഗീറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അക്ബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. അതുപോലെ ജഹാംഗീർ എന്ന വാക്കിന്റെ അർത്ഥം വിശ്വവിജയ് എന്നാണ്. അതുപോലെ ജഹാംഗീറിന്റെ ആദ്യകാല നാമം സലീം എന്നാണ്. ജഹാംഗീർ
ജനങ്ങൾക്ക് ചക്രവർത്തി നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള സംവിധാനമാണ് നീതിച്ചങ്ങല എന്ന് പറയുന്നത്. ആത്മകഥ എഴുതിയ രണ്ടാമത്തെ മുഗൾ ഭരണാധികാരി, ആത്മകഥ എഴുതിയ രണ്ടാമത്തെ മുഗൾ ഭരണാധികാരി കൂടിയാണ് കേട്ടോ ഈ ജഹാംഗീർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാശ്മീർ ഇല്ലാത്ത ഭാരതം കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ ജഹാംഗീർ ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ദക്ഷിണേന്ത്യയില് ഒരു ഫാക്ടറി നിർമ്മിക്കാൻ അനുമതി നൽകിയത് ജഹാംഗീർ ആണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് നൂർജഹാൻ എന്നാണ്. അനാർക്കലിയുടെ സ്മരണയ്ക്ക് ജഹാംഗീർ സ്മാരകം നിർമ്മിച്ചത് ലാഹോറിലാണ്. ജഹാംഗീറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? ലാഹോർ നദി, രവി നദീതീരത്ത് ലാഹോറിലാണത് സ്ഥിതി ചെയ്യുന്നത് കൂടി ഓർക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും HSI സോഷ്യൽ സയൻസിന് വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരു ടൈം ടേബിൾ ബേസിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആ ടൈം ടേബിൾ അറിയണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ HSI സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എങ്ങനെയാണ് പഠിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു തന്നു. ഇതാ നോട്ടിഫിക്കേഷനും എത്താൻ പോവുകയാണ്, പ്രൊഫൈലിലേക്ക് വരാൻ പോവുകയാണ് ഏപ്രിൽ 30 നാളെ കഴിഞ്ഞ്. അപ്പൊ അത് കഴിഞ്ഞ് എല്ലാവരും സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്ന് തന്നെ പഠനം ആരംഭിക്കുക. ആദ്യമായിട്ട് PSC Crown യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ HSI സോഷ്യൽ സയൻസിന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.